ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയെ കുറേയധികം പേർക്കെങ്കിലും അറിയാവുന്ന ഒരാളായിരിക്കും. ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യാറുള്ളത് ഈ ഒരു ജസ്ന സലീമിനെ കുറിച്ച് നെഗറ്റീവായിട്ടാണ്. ആദ്യമേയൊക്കെ വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ഒരു ജസ്ന സലീം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു. എന്നാൽ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ജസ്നയ്ക്ക് എതിരെ കുറേയധികം പേര് സപ്പോർട്ട് ചെയ്തവർ പോലും നെഗറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജസ്ന ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ജസ്നയ്ക്കെതിരെ ഉണ്ടെങ്കിൽ കുറേയധികം നെഗറ്റീവ് കമൻസും കുറേയധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം ഈ ഒരു ജസ്ന തന്നെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് അത് ഗുരുവായൂർ അമ്പലത്തിൽ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടങ്ങിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രം എന്താണ് കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു ജസ്ന ആരാണ് എന്നറിയാത്തവർ കുറേയധികം പേരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി ഈ മുമ്പത്തെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തേക്കുക, ഹൈപ്പും ചെയ്തേക്കുക. നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റായിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്ന ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. ആദ്യമേ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്നുള്ള ഒരു പേരിലാണ് ആദ്യമേ ജസ്നയെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ജസ്നയ്ക്ക് കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും കുറേയധികം പേര് ജസ്നയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കുട്ടിയുടെ ഇഷ്ടമല്ലേ, അത് കുട്ടി ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് കുറേയധികം പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടം വരച്ച് കുറേയധികം പൈസ വരെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് വരെ ഈ ഒരു പടമൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേയധികം ഫോട്ടോസ് ഓരോരുത്തർക്ക് വരച്ച് അതുവഴിയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടരുതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ഒരു ജസ്നയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു മതത്തിൻ്റെ പേരിലുള്ള നെഗറ്റീവ് കമൻസ് അല്ലാതെ ഒരിക്കൽ പോലും ജസ്നയ്ക്ക് പേഴ്സണലി എന്തെങ്കിലും കാണിച്ചതിൻ്റെ പേരിൽ ഒന്നും തന്നെ ഒരിക്കലും നെഗറ്റീവ് കമൻസ് വന്നിട്ടില്ലായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം ജസ്ന എന്ന് പറയുമ്പോൾ തന്നെ കുറേയധികം പേർക്ക്, അതായത് ഇഷ്ടപ്പെട്ടവർക്ക് പോലും ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം ജസ്ന കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ്. അത് ഇന്ത്യയിലടക്കം ഫുള്ളായിട്ട് ചർച്ച ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് വലിയൊരു ചർച്ചാ വിഷയമായിട്ടുള്ളതായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജസ്ന ഇതാണ് കുണ്ണിക്കണ്ണൻ്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യമേ ഈ ഒരു ജസ്നയുടെ ഇഷ്യൂ തുടങ്ങി. ഇപ്പം എന്താണ് ഇത്ര ഹേറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെ ടോപ്പിക്ക് എടുക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജസ്നയ്ക്കെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ജസ്ന ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാനുണ്ടെങ്കിൽ ഇപ്പം ഇന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ പോയി കാണുന്നുണ്ട്. സാധാരണയുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നല്ലേ പായസം വാങ്ങുന്നത്. ഇന്ന് ഞാനുണ്ടെങ്കിൽ കൃഷ്ണന് വേണ്ടിയിട്ട് ഇവിടെ വീട്ടിൽ തന്നെ പായസം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പായസം ഉണ്ടാക്കുന്നു, അതിനുശേഷം ഇതേണക്കത് കൊണ്ട് കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു. അതിനുശേഷം പറയുന്നുണ്ടായിരുന്നു ഞാനുണ്ടെങ്കിൽ ഇതേ കണക്ക് കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൊണ്ട് കൊടുത്ത കാര്യമൊന്നും കാണുന്നില്ലായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ വന്നതിന് പിന്നാലെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് ഈ ഒരു ജസ്നയ്ക്ക് കമൻറ്റ്സ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ ആചാരങ്ങളൊക്കെ പാലിക്കാൻ ശ്രമിക്കുക. ജസ്ന ഉണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. ജസ്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ പോലും കുറേ നാളുകളായിട്ട് ഉണ്ണിക്കണ്ണൻ്റെ പടം വരച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് പായസമൊന്നും ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കാര്യമെങ്കിലും അറിയാം. പക്ഷേ ജസ്ന എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും കുറച്ച് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുവാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടായിരുന്നു കുറേയധികം പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം ജസ്ന ഇടുന്ന വീഡിയോസിനൊക്കെ വളരെ വ്യൂസ് കുറവാണ്. അതുകൊണ്ട് അടുത്ത ഒരു പ്രശ്നമുണ്ടാക്കി അതുവഴി കുറച്ച് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് കുറേയധികം പേര് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്നയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നാം. ഇതേപോലെ തന്നെ കുറച്ച് നാളെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആയി കാണും, ജസ്ന നേരത്തെയും കുറേയധികം ഇഷ്യൂസിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു. ഇതിനു മുമ്പ് എന്തൊക്കെയോ
കാട്ടിക്കൂട്ടിയതിൻ്റെ പേരിൽ ജസ്നയ്ക്കെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഒരു ജസ്ന ഉണ്ടെങ്കിൽ എന്തോ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിൻ്റെ അവിടെ ഫ്രണ്ടിൽ എന്തോ ചെന്നിട്ട് കേക്ക് മുറിച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താണ് ഇത് കണക്ക് മുട്ടയൊക്കെ വെച്ചുണ്ടാക്കുന്നതൊക്കെ കൊണ്ടുവന്നാണോ അമ്പലത്തിൽ ഇത് കണക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മതത്തിലുള്ളവർ തർക്കിക്കുകയും പല വീഡിയോസിന് താഴെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പുണ്ടെങ്കിൽ ഇതേ കണക്ക് ആ ഒരു അമ്പലത്തിൽ വന്നിട്ട് വീഡിയോസ് ചിത്രീകരിച്ചു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ജസ്ന ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഇതേ കണക്ക് വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുറത്ത് വരെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പുറത്ത് വിട്ടതോടെ കുറേയധികം പേര് ജസ്നയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഇതേ കണക്ക് ചിത്രീകരണം ഒന്നും നടത്തിക്കൂടാ എന്നുള്ളൊരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്തുടരാതെയാണ് ഈ ഒരു ജസ്ന ഉണ്ടെങ്കിൽ അവിടെ അതേ കണക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ടെങ്കിൽ ജസ്ന എന്താണ് ഈ കാണിക്കുന്നത്, മറ്റുള്ളവരെ മതത്തെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് കമൻസൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കേസൊക്കെ എടുക്കണം എന്നുള്ള രീതിയിലടക്കം ഏതോ കേസ് വരെ എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് ജസ്റ്റിന് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല, എനിക്ക് കണ്ണനെ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന് പറഞ്ഞ് എന്താണ് ഇത്ര വലിയ പ്രശ്നം, കുറേയധികം പേരെന്നെ ഞാൻ മുസ്ലിം പെൺകുട്ടിയാണ്, കൃഷ്ണൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം തൊട്ടേ എനിക്കെതിരെ ഹേറ്റാണ്, അവരെന്തേലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണ്, ഇത് കിട്ടിയത് എനിക്കെതിരെ എന്തുമാത്രം നെഗറ്റീവ് കമൻസാണ് വരുന്നത്, ഞാനുണ്ടെങ്കിൽ കൃഷ്ണനെ പോയി കാണും, ആര് തടയാൻ ശ്രമിച്ചാലും ഞാൻ പോയി കാണും എന്നുള്ളൊരു കാര്യം കൂടി ജസ്ന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ജസ്ന പങ്കുവച്ചതിന് പിന്നാലെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞൊരു കാര്യം, ജസ്നയ്ക്ക് കൃഷ്ണനെ പോയി കാണുകയോ കാണാതിരിക്കുക അതിലൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു അമ്പലത്തിനൊരു കുറച്ച് ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പാലിക്കണം. കാരണം അത് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അമ്പലത്തിൽ പോയാൽ മതി, അല്ലെങ്കിൽ പോവാതിരിക്കുക. കൃഷ്ണനോടുള്ള ഇഷ്ടമാണല്ലോ, അപ്പോഴത്തേന് അവിടുത്തെ ആ കാര്യങ്ങൾ ചട്ടങ്ങളൊക്കെ ഒന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ പറ്റത്തില്ല. ഇതേ കണക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഇത് കാരണം മറ്റുള്ളവർ വിശ്വാസികൾക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ജസ്നയ്ക്കെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്, ആ ഒരു വ്യക്തി അവിടെ അമ്പലത്തിൽ എന്തോ വെച്ച് ചിത്രീകരിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്കെതിരെയും കേസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞത് ഇതേ കണക്ക് ജസ്ന കാണിച്ചത് കണ്ടിട്ടാണ് ആ ഒരു പെൺകുട്ടിയും കാണിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ജസ്നയ്ക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിക്കും, അതൊട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പായസം അവിടെ കൊണ്ടു കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു വീഡിയോ ഇട്ടത് കൊണ്ടാണ്. അതിന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മറ്റുള്ളവരെ മതക്കാരുടെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൻ്റെ ചട്ടങ്ങളൊക്കെ മാറ്റുന്ന രീതിയിലോ തെറ്റിക്കുന്ന രീതിയിലോ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരിപ്പോഴും ഉണ്ട്, അവരെയും കൂടി വെറുപ്പിക്കാതിരിക്കുക. എല്ലാവരുടെ മതത്തെയും റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതെല്ലാം റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.